ഇനി കോഴിക്കോട്ടെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള റോഡിൽ അപകടം ഒഴിവാക്കാൻ വീട്ടുകാര് അവരുടെ സ്വന്തം ചെലവിൽ സംരക്ഷണ ഭിത്തി കിട്ടണമെന്നൊരു വിചിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കരുവശ്ശേരിയിലെ 7 കുടുംബങ്ങൾക്കാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത്. റോഡ് തകരാതിരിക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ട ഉത്തരവാദിത്തം നാട്ടുകാരുടെ തലയിൽ കെട്ടിവച്ച് രക്ഷപ്പെടാനാണ് അധികൃതരുടെ ശ്രമം. കോഴിക്കോട് കോർപ്പറേഷനിലെ കുരുവാശ്ശേരി കാടശ്ശേരി റോഡിൽ മീത്തല പറമ്പിലാണ് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് റോഡ് അപകടാവസ്ഥയിലായത്. ഭൂനിരപ്പിൽ നിന്ന് 4.5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോൺക്രീറ്റ് റോഡിലെ മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ 8 മീറ്റർ നീളത്തിലാണ് മണ്ണിടിഞ്ഞത്. ഇതോടെ റോഡിന് താഴെയുള്ള 7 വീടുകൾ അപകടാവസ്ഥയിലായി. അപകടം ഒഴിവാക്കാൻ വീട്ടുകാർ തന്നെ സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന വിചിത്രമായ നിർദ്ദേശമാണ് കോർപ്പറേഷന്റെ നോട്ടീസിലുള്ളത്. അന്ന് മഴ പെയ്തപ്പോൾ രാത്രിയിൽ വീണതേനെ. അപ്പം ഞങ്ങൾക്ക് നോക്കുമ്പോൾ പൈപ്പിൽ വെള്ളമില്ല. അപ്പോൾ മോട്ടർ ഇട്ടപ്പോൾ വെള്ളം ഫുള്ള് പോണേ. അന്നപ്പോൾ രാവിലെ നോക്കിയപ്പോഴാണ് ഇത് ഇടിഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടത്. അവിടുന്ന് പൈപ്പൊക്കെ ശരിയാക്കി ഉച്ചയ്ക്ക് ഒരു 2 മണി ആയപ്പോഴത്തേക്ക് നല്ലൊരു മഴ വന്ന് അപ്പോൾ രണ്ടാമതും ഇടിഞ്ഞ് വീണു. അന്നേരമാണ് ഈ ഭാഗം ഫുള്ള് ഇടിഞ്ഞ് വീണത്. കോൺക്രീറ്റ് റോഡിനോട് ചേർന്ന് 8 മീറ്റർ നീളത്തിലും 4.45 മീറ്റർ ഉയരത്തിലും സ്വന്തം ചെലവിൽ മതിൽ കെട്ടണമെന്നാണ് കോർപ്പറേഷന്റെ നിർദ്ദേശം. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം വീട്ടുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. ലക്ഷങ്ങൾ ചെലവ് വരുമെന്നതിനാൽ സംരക്ഷണ ഭിത്തി എങ്ങനെ നിർമ്മിക്കുമെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. ശക്തമായ മഴയും ഈ ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന ഇവിടെ വന്ന് തിരിക്കുന്ന മൂലമാണ് ഇത് ഇടിഞ്ഞു വീണത്. സാധാരണ ഈ മേലെ ഇടിഞ്ഞു വീണാൽ ഈ മേലെ ഉപയോഗിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ കോർപ്പറേഷൻ വഴിയാണെങ്കിൽ കോർപ്പറേഷനാണ് കെട്ടേണ്ടത്. ഇതിന് വിപരീതമായിട്ടാണ് ഇപ്പം കോർപ്പറേഷൻ ഈ അംഗങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. തങ്ങളുടെ സ്ഥലം കൂടി ഉൾപ്പെടുത്തി 10 വർഷം മുൻപാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതെന്ന് വീട്ടുകാർ പറയുന്നു. സോയിൽ ടെസ്റ്റ് നടത്താതെയും ഭൂമിശാസ്ത്രപരമായ ഘടന പരിഗണിക്കാതെയും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടന്നതിനാലാണ് മണ്ണിടിഞ്ഞു താഴ്ന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ താമസാക്കിയിട്ട് ഏകദേശം 15 വർഷമായി. ഈ 15 വർഷം ഞാൻ എടുക്കുന്ന സമയത്ത് ഒരേ ഭൂപ്രകൃതി ഇതേമാതിരി തന്നെയായിരുന്നു. യാതൊരു മാറ്റവുമില്ല. പക്ഷേ കോർപ്പറേഷൻ നോട്ടീസ് തന്നത് അവിടെ റോഡാണ്, അത് നിങ്ങൾ കെട്ടിക്കൊടുക്കണം, പൊളിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് 8 മീറ്ററോ അതൊക്കെ കെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോട്ടീസ് തന്നത്. അവിടെ നോക്കിയാൽ അറിയാം ശരിക്കും കാട് പിടിച്ച് കിടക്കുക. അവിടെ അങ്ങനെ ഒരു കോൺക്രീറ്റും ഇല്ല, ഒരു നടപ്പാതയില്ല. കോൺക്രീറ്റ് റോഡ് വഴി ലോഡ് കയറ്റിയ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതും സ്ഥലം ഇടിഞ്ഞു താഴുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ വഴിയിലൂടെ വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയ ഗുഡ്സ് ഓട്ടോകൾ എന്നിവയുടെ യാത്ര തടഞ്ഞ് കോർപ്പറേഷൻ ഉത്തരവിറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിന്റെയും വീട്ടുകാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ട കോർപ്പറേഷൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി സംരക്ഷണ ഭിത്തി നിർമ്മാണം നാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം വലിയ അമർഷത്തിനും കാരണമായിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.